യേശു പിടിക്കപ്പെടുകയായിരുന്നു. ഗെബദയിൽ യേശു തകർക്കപ്പെടുകയായിരുന്നു. ഗോൽഗോഥായിൽ യേശു പ്രാണനെ വിട്ട് തറയ്ക്കപ്പെടുകയായിരുന്നു. പ്രിയ ദൈവമേ, വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, യേശുവിനെ അവർ പിടിച്ചതല്ല, പിന്നെയോ മാനവ ജാതിക്ക് വേണ്ടി യേശു പിടികൊടുത്തതാ. കുഞ്ഞെ ഇരിക്കുന്ന ഇടത്ത് അടുത്തിരിക്കുന്ന ആളിന്റെ കൈ പിടിച്ച് കുലുക്കിയൊന്ന് പറ, എന്റെ അപ്പനെ അവർ പിടിച്ചതല്ലെന്ന്. എന്റെ കർത്താവ് പിടികൊടുത്തതാ, എന്റെ കർത്താവ് പിടികൊടുത്തതാ. ഒന്ന് ഉറക്കെ പറയാമോ? എന്റെ കർത്താവ് പിടികൊടുത്തതാ, അവർ പിടിച്ചതല്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യേശു പിടികൊടുത്തത് എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അവന്റെ ബലഹീനത നിമിത്തമല്ല, പിന്നെയോ നമ്മുടെ ബലഹീനതയിൽ നമ്മെ വിടിവിക്കേണ്ടതിന് വേണ്ടിയാണ്. പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, യഹൂദന്മാർക്ക് ഒറ്റ ഡിമാൻഡേ ഉണ്ടായിരുന്നുള്ളൂ. എന്താണെന്നറിയാമോ? അവരുടെ ഡിമാൻഡ് ബർബാസിനെ ഞങ്ങൾക്ക് വേണം, യേശുവിനെ ക്രൂശിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, അവർക്ക് ഉണ്ടായിരുന്ന ഒറ്റ ഒരു ഡിമാൻഡ്, ബർബാസിനെ വിട്ടു തരിക, യേശുവിനെ ക്രൂശിക്കാം. സത്യത്തിൽ ഈ ക്രൂശിൻ ഇവിടെ സംഭവിച്ചതൊന്നും ബർബാസ് അറിഞ്ഞിട്ടില്ല. ബർബാസിനൊന്നും അറിയില്ല. ഒരു ചരിത്ര പുസ്തകത്തിൽ ഞാൻ ഇങ്ങനെ വായിക്കുകയുണ്ടായി. പ്രിയ ദൈവജനമേ, എന്താണെന്നറിയാമോ? യേശുവിനെ ക്രൂശിക്കുവാനായിട്ട് ഏൽപ്പിച്ചു. ചിലർ ഓടി വന്ന ബർബാസിനോട് പറയുക, ബർബാസ്, നിന്റെ ശിക്ഷ മാറി, നീ രക്ഷപ്പെട്ടു. ബർബാസ്, നിന്റെ ശിക്ഷ മാറി, നീ വിടുതലാക്കപ്പെട്ടു, നീ രക്ഷപ്പെട്ടു. ബർബാസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇല്ല, ഞാൻ കുറ്റം ചെയ്തവനാണ്, ഞാൻ എങ്ങനെ രക്ഷപ്പെടും? ഞാൻ കുറ്റം ചെയ്തവനാ. ബർബാസ്